CK ശശീന്ദ്രൻ ചേരുകയാണ്. ശശീന്ദ്രൻ, വയനാട്ടിലെ കോൺഗ്രസിൻ്റെ വിഭാഗീയത സാധാരണ ഉള്ള ഒരു തലങ്ങളൊക്കെ കടന്ന് അവിടുത്തെ ജില്ലാ ട്രഷറർ മകനെയും കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, പിന്നീട് ND അപ്പച്ചന് മർദ്ദനമേൽക്കുന്നു, അതിൻ്റെ തുടർച്ചയായി കള്ളക്കേസുകൾ വരുന്നു. ഇപ്പോൾ അതേ ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം കുളത്തിൽ മരിച്ച നിലയിൽ കാണുകയാണ്. മറ്റൊരു കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തിരുന്നു. ഏത് നിലയിലേക്ക് പോവുകയാണ് വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയം? വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വം അങ്ങേയറ്റത്തെ ജീർണതയോടുകൂടിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ വേണ്ടി കഴിയും. നിരവധി പേരാണ് കോൺഗ്രസുമായി ബന്ധപ്പെട്ടപ്പോൾ ആത്മഹത്യയുടെ ലിസ്റ്റിലുള്ളത്. നേരത്തെ രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞ പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. KPCC സെക്രട്ടറി ആയിരുന്ന നേതാവ് അദ്ദേഹത്തെ വലിയ രീതിയിൽ പറ്റിച്ചു. ആ വഞ്ചനയിൽ ചെറിയ ലോൺ വെച്ച് കുറച്ച് പൈസ അദ്ദേഹത്തിന് കൊടുക്കുകയും വലിയ തുക കോൺഗ്രസ് നേതാക്കൾ വാങ്ങിയെടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയുണ്ടായി. വിജയൻ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ബത്തേരി MLA-യും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വമൊക്കെ വന്നുകൊണ്ട് മുൻ MLA കൂടിയായിട്ടുള്ള DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ട കേസുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മുള്ളംകൊല്ലി പഞ്ചായത്തില് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കാണ്, പരസ്യമായ ഗ്രൂപ്പ് വഴക്ക്. അവിടെ DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉയർന്നു വന്നു. അന്ന് വൈകുന്നേരം തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടി കയ്യേറ്റം ചെയ്തു എന്ന് പറയുന്ന വ്യക്തിയെ വീണ്ടും ആക്രമിക്കുന്ന അവസ്ഥ വന്നു. അതിന്റെ എല്ലാം ഒരു പകപോക്കൽ എന്ന രീതിയിലായിരുന്നു തങ്കച്ചന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള വണ്ടിക്കകത്ത് കൊണ്ടുപോയിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കുക. എല്ലാവരും അറിയുന്ന കാര്യങ്ങളാണ്, വിശദീകരിക്കുന്നില്ല. അദ്ദേഹം 17 ദിവസം ജയിലിൽ കിടന്നു. നിരവധിയാണെന്ന് കണ്ടപ്പോൾ പോലീസ് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ മോചിപ്പിച്ചു. പുതിയ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ അറസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഇത് കോൺഗ്രസിനകത്ത് നടക്കുന്ന അങ്ങേയറ്റത്തെ ജീർണിച്ച ഒരവസ്ഥയുടെ ഫലമായിട്ട് എന്തും ചെയ്യും, ഏത് രീതിയിലും ആളുകളെ പകപോക്കൽ നടപടി സ്വീകരിക്കും എന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും യോജിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് കോൺഗ്രസിനകത്ത് കുറെ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. തൃശ്ശൂരിൽ അനീഫ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൊല ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. കോൺഗ്രസ് അങ്ങേയറ്റത്തെ ജീർണതയിലേക്ക് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ അവരുടെ ഒരു പഞ്ചായത്ത് മെമ്പറും അവരുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനുമാണ് മരിച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനെല്ലാം കോൺഗ്രസ് നേതൃത്വം തന്നെ മറുപടി പറയണം. ആരോട് ചോദിക്കാനാണ് കോൺഗ്രസ് നേതൃത്വം മറുപടി പറയുന്നത്? ഇതിനേക്കാൾ വലിയ പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വെച്ചിട്ടുള്ള വിഷയങ്ങളാണ് അവർക്കുള്ളത്. അങ്ങേയറ്റത്തെ ഒരു ജീർണതയുടെ വിഷയത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഏതായാലും പൊതുപ്രവർത്തകർ പാലിക്കേണ്ടുന്ന, പൊതു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പാലിക്കേണ്ടുന്ന ഒരു മര്യാദയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊരു ഉണ്ടാവുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കോൺഗ്രസ് നേതൃത്വം ഈ കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതാണ്. ഇവിടെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലവും കൂടിയാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി MP-യുടെ മണ്ഡലവും കൂടിയാണ്. ആ മണ്ഡലത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു കേവലം അവർ ദേശീയ നേതാവാണെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധി നിലക്ക് അവർക്ക് ഇതിലെല്ലാം പറയാനുള്ള ബാധ്യതയുണ്ട്, മനസ്സിലാക്കാനുള്ള പ്രതികരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. അവരൊന്നും ഇതൊന്നും കണ്ടില്ല കേട്ടില്ല നടക്കുന്ന രീതിയാണുള്ളത്. ഇത് മാത്രമല്ല, ചൂരൽമല ദുരന്തം ഉണ്ടായിട്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പോലും പണം കൊടുക്കാത്ത MP-മാരുടെ പട്ടികയിലാണ് നിർഭാഗ്യവശാൽ പ്രിയങ്ക ഗാന്ധി ഉള്ളത് കാണാൻ വേണ്ടി കഴിയും. ഞാൻ പറയുന്നത് അങ്ങേയറ്റത്തെ തെറ്റായ ഒരു പ്രവർത്തന ശൈലി അടി മുതൽ മുടി വരെ ഉയർന്നു വന്നിരിക്കുകയാണ്. അതാണ് എന്റെ വിഷയം. ശശീന്ദ്രൻ, നമുക്ക് ഇത് പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, അടിസ്ഥാനപരമായി സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണ് അവിടുത്തെ ഗ്രൂപ്പിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ശ്രീ NM വിജയൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എത്രമാത്രം സാമ്പത്തികമായി അദ്ദേഹത്തെ തകർന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സാമ്പത്തിക ബാധ്യത, സ്വന്തം വസ്തു വകകൾ വിറ്റുപോലും അത് തീർക്കാൻ ശ്രമിച്ചു, എന്നിട്ടും കയ്യിൽ നിൽക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ KPCC-ക്ക് പരാതി കൊടുക്കുകയാണ്, ഇങ്ങനെ സാമ്പത്തിക വിഷയമുണ്ട്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് KPCC നേതൃത്വത്തിനും K സുധാകരനും അടക്കമുള്ളവർക്ക് ചെന്ന് കത്ത് കൊടുത്തു. എന്നിട്ട് പോലും ഒരാൾ അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അതായത് അവിടുത്തെ വിഷയങ്ങളുടെ അടിസ്ഥാന കാരണം ഈ പറഞ്ഞ സാമ്പത്തിക ഇടപാടുകളാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ്. ഇത് പരാതിപ്പെടേണ്ടത് ആരെടുത്താ? പരാതിപ്പെടേണ്ടത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അടുത്താണ്. കോൺഗ്രസ് നേതൃത്വം ഇതുപോലെയുള്ള നിരവധി സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ കേരളത്തിൽ നിരവധി ആൾക്കാർ അവരുടെ പാർട്ടിയിൽ പ്രയാസം അനുഭവിക്കുന്നതിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. തിരുവനന്തപുരത്ത് തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട നേതാവ് ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വിഷയം നമുക്കറിയാം. ഇങ്ങനെ നിരവധി ആൾക്കാരുടെ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാജേന്ദ്രൻ നായർ മരിച്ചത് സാമ്പത്തിക പ്രശ്നമാണ്. വിജയൻ മകനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യുന്നത് സാമ്പത്തിക പ്രശ്നമാണ്. അതുപോലെ തന്നെ
കുതികാൽ വെട്ടും. അങ്ങനെയുണ്ടല്ലോ പാർട്ടിക്കകത്ത് പരസ്പരം. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് നേതാവായ ജോൺ എന്ന് പറയുന്ന ഒരാൾ മാനന്തവാടി അവരെ പാർട്ടി ഓഫീസിലാണ് ആത്മഹത്യ ചെയ്തിരുന്നത്. കെട്ടിത്തൂങ്ങി മരിച്ചത് പാർട്ടി ഓഫീസിലാണ്. അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നിട്ട് കൈച്ചിഹ്നവും കൊടുത്തു. അയാൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. വേറൊരു സ്വതന്ത്രം ജയിപ്പിച്ചു ഇവരെല്ലാം കൂടി. കൈച്ചിഹ്നത്തെ സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആൾക്കാരെ പരാജയപ്പെടുത്താൻ. അത് അന്നത്തെ DCC പ്രസിഡന്റായ KL പോലീസിന്റെ പേരിലും ഒക്കെയാണ് വലിയ ആക്ഷേപം ഉയർന്നു വന്നിരുന്നത്. അതുപോലെയുള്ള അവിടുന്ന് ഉള്ള വനിതാ നേതാവിന്റെ പേരിലും ഇയാളുടെ മരണമൊക്കെയായി വന്ന് ഇയാളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ആരോപണം ഉയർന്നു വന്നു. ഇങ്ങനെ നിരന്തരം വരികയാണ്. ഇതൊന്നും പരിശോധിക്കാനോ ഇതൊന്നും പരിഹരിക്കാനുള്ള ഒരു നിലപാടുള്ള രീതിയിലല്ല KPCC നേതൃത്വം. അവർ ഇതിനേക്കാളൊക്കെ വലിയ വെട്ടിപ്പുമായുള്ള പല വിഷയങ്ങളിൽ ചെന്ന് അകപ്പെട്ടിരിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ചെന്ന് അകപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥ വളരെ ഗുരുതരമാണ്. അത് പൊതുപ്രവർത്തനത്തിന് അപമാനം വരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു തീർച്ചയായും തുടരാം. ഒരു പാർട്ടിക്കകത്ത് സ്വന്തം ആൾക്കാരെ പോലും ഏത് വിധേനയും ശത്രുവിനെ കാണുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ശത്രുവിനോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിന്റെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏതായാലും ഇത് അങ്ങേയറ്റത്തെ പ്രതിഷേധം ഉയർത്തുന്നതാണ്, അപലപനീയമാണ്. അങ്ങേയറ്റത്തെ നമുക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത രീതിയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതിനെ ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരായിട്ടുള്ള തെറ്റായ കാര്യങ്ങൾക്കെതിരെ നല്ല ക്യാമ്പയിൻ നടത്തുകയല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി കഴിയുക. നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകും വേണം, രണ്ടും വേണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പ്രസാദ് പറഞ്ഞ ഒരാളെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ്. അയാളുടെ കുടുംബം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല മറ്റു പലരും ഉണ്ട്, ഞങ്ങളെ ഇതിനകത്ത് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ അവരും പറയുന്നുണ്ട് കുടുംബം. ഇതാണ് നമ്മുടെ വയനാട്ടിലെ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി ശശീന്ദ്രൻ പ്രതികരിച്ചതിന്.